ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഒന്നാം പാല് വേണം, രണ്ടാം പാല്, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ചിക്കൻ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വേപ്പില, ഗരം മസാല, കുരുമുളക് പൊടി, ചെറിയ ഉള്ളി അരിഞ്ഞത്, വെളിച്ചെണ്ണ. ഇതെല്ലാം നമ്മൾ ആദ്യമേ മാറ്റി വയ്ക്കണം. എന്നിട്ടൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടൊന്ന് ഇളക്കണം. ആ സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിയും. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചത് ഇടണം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ഇട്ടിളക്കണം. പിന്നീട് അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ഇട്ട് ഇളക്കി യോജിപ്പിക്കണം. സവാള ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കണം. അതൊന്ന് പെട്ടെന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അധികം ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ട് ബ്രൗൺ കളർ ആയാൽ മതി. ഒന്ന് ചെറുതായി ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ പീസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചിക്കൻ വലിയ പീസാണെങ്കിൽ ഒന്ന് ചെറുതാക്കണം. ചിക്കൻ ഇട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ചിക്കൻ്റെ കളറ് മാറി വെളുത്ത കളറാകുന്നത് വരെ നമ്മൾ ചിക്കൻ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. ആ സമയത്തൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കണം. അതൊന്ന് പെട്ടെന്ന് കളറ് മാറി കിട്ടാൻ വേണ്ടിയാണ്. കളറ് മാറി വെളുത്ത കളറായി കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ഒരു 3/4 ടേബിൾ സ്പൂൺ കൂടി ഉപ്പ് കൂടി ഇട്ട് ഇളക്കണം. നമുക്കൊരു ഏകദേശം അറിയാലോ നമുക്ക് എന്തോരം ഉപ്പ് വേണമെന്നുള്ളത്, അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ. പിന്നീട് അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് ഇളക്കി കൊടുക്കണം. ചിക്കൻ വെളുത്ത കളറായതിന് ശേഷമാണ് കറിവേപ്പില കൂടി നമ്മൾ ഇടേണ്ടത്. അതിലേക്ക് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെച്ചത് ഇടണം. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാതും കൂടി ഇട്ട് ഇതിലേക്ക് ഇളക്കി മിക്സാക്കി എടുക്കുക. നന്നായി മിക്സായതിന് ശേഷം നമ്മൾ രണ്ടാം പാല് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. രണ്ടാം പാലെന്ന് പറയുമ്പോൾ കുറച്ച് കട്ടി കുറഞ്ഞ പാലാണ്. അതൊരു ഏകദേശം 2 കപ്പ് പാലുണ്ട്, അത് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളത്. ആ 2 കപ്പ് പാല് ഈ ചിക്കനിലേക്ക് ഒഴിച്ച് വീണ്ടും നന്നായി ഇളക്കിയെടുക്കുക. അതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊരു കളർ വ്യത്യാസം കാണുന്നത് അത് നാളികേരത്തിൻ്റെ ഇത് ഊറി വന്ന് നിൽക്കുന്നതാണ്. ആ ഭാഗം ഞാൻ ഒഴിക്കണില്ല, എന്നാലും ആ ഭാഗം ഒഴിച്ച് ബാക്കിയെല്ലാം ഒരുവിധം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക്. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കുന്ന സമയത്താണ് നമ്മളത് മൂടി വെച്ച്
ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്തതാണത്. ചിക്കൻ വെന്തോന്ന് ഈ സമയത്ത് നമ്മൾ നന്നായി നോക്കിയതിന് ശേഷം, വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും മൂടി വയ്ക്കാം. വെന്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിൽ നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് വെന്തത് നമ്മളൊന്ന് സ്മാഷ് ചെയ്ത് അതിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ചതച്ച് കൊടുക്കണം. കറി ഒന്ന് കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് ഇളക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഗരം മസാല കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ 1/4 പാൽ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അത് ഇതിലേക്ക് ഒരു 3/4 കപ്പാണ് നമ്മൾ മാറ്റി വെച്ചുള്ളത്. അത് ഇതിലേക്ക് നമ്മൾ മുഴുവനും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച്, തിളയ്ക്കാൻ പാടില്ല. നന്നായി ഈ പാലൊഴിച്ച് ഈ കറി നന്നായി ചൂടാകുന്നത് വരെ മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. തിള വരുന്നതിന് മുമ്പ് നമ്മൾ ഓഫ് ചെയ്യണം. പാലൊഴിച്ച് എല്ലാതും നന്നായി ചൂടാകുക. അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. പാലൊഴിച്ചതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് വറുത്തിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ച് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുക. അണ്ടിപ്പരിപ്പ് ഓപ്ഷനിലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി കൂടാൻ വേണ്ടി മാത്രം നമ്മൾ ഇടുന്നതാണ്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രം നമ്മൾ കറിയിലേക്ക് ഇടുക. കൂടെ വെളിച്ചെണ്ണ അപ്പോൾ ഒഴിക്കേണ്ട അതിലേക്ക്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രം അതിലേക്ക് കോരി ഇടുക. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ളത് അത് ഇതിലേക്കിട്ട് അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിലേക്ക് ഇളക്കി മൂത്ത് കഴിയുമ്പോൾ കറിയിലേക്ക് ഒഴിക്കുക. അത് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മളത് ഇളക്കി യോജിപ്പിക്കാൻ പാടില്ല. ഒരു 10 മിനിറ്റ് മൂടി വെച്ച് പിന്നെ തുറന്നതിന് ശേഷം നമ്മൾ ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പോഴാണ് കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കുറച്ച് കൂടുതൽ കിട്ടുക. അപ്പം നല്ല ടേസ്റ്റുള്ള നമ്മുടെ ചിക്കൻ കുറുമ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കുറുമ റെഡി ആയതിനു ശേഷം അതിലേക്ക് അപ്പം കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ ഒപ്പം നൂലപ്പം അല്ലെങ്കിൽ ഇടിയപ്പം, പത്തിരി, ബ്രെഡ്, ഇതിൻ്റെ ഒപ്പം ചിക്കൻ കുറുമ നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.